ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. ഏതൊരു മനുഷ്യനും ഈ ജീവിതത്തിൽ എല്ലാ ദിവസവും പണം ആവശ്യമാണ്. അനുദിന ജീവിതത്തിൽ പണം ചെലവഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. എത്ര നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാലും പണം ചിലവാക്കാൻ ഏതെങ്കിലും ഒരു വഴി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ പണം കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ളത് വാസ്തവമാണല്ലോ. എന്നാൽ ഈ കണ്ടെത്തലുകൾ എന്നുള്ളത് ശ്രമകരമായ പണിയാണ്. പലർക്കും അധ്വാനിച്ച് പണം ഉണ്ടാക്കുക എന്നതിനേക്കാൾ അധികം അധ്വാനമില്ലാതെ എങ്ങനെ സമ്പാദിക്കാമെന്നാണ് ചിന്തിക്കുന്നത്. ഒരു കാര്യം ഓർത്തോണേ, അധ്വാനിക്കുക എന്നത് ദൈവികമാണ്. അത് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഒരു ചില്ലിക്കാശ് പോലും നമ്മുടെ പോക്കറ്റിൽ ഉണ്ടാവരുത്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 7-8 വാക്യങ്ങൾ വായിക്കട്ടെ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം. മിക്കവാറും എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുകയില്ലെന്നും ഇവിടേക്ക് നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്നുമുള്ളത്. ഇവിടെ നിന്നും ഒന്നും കൊണ്ടുപോകുകയില്ല എന്ന് വെച്ച് നമുക്ക് കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിച്ച് കടം വരുത്തി ജീവിക്കുക എന്നല്ല കർത്താവ് ഉദ്ദേശിച്ചത്. പണം ധാരാളം വർദ്ധിപ്പിക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. ഒരു മനുഷ്യനെ കുറിച്ച് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അയാൾക്ക് എല്ലാ ദിവസവും കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, മാസമല്ല എല്ലാ ദിവസവും. അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് യാതൊരു അറുതിയുമില്ല. കിട്ടാവുന്ന എല്ലായിടത്തു നിന്നും കടം വാങ്ങിക്കൊണ്ടേയിരിക്കും. അത് തൻ്റെ ഒരു സ്വഭാവം പോലെയായി തീർന്നു. ഒടുവിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്ന അവസ്ഥയിലെത്തി. മറ്റ് യാതൊരു മാർഗവുമില്ല. എന്തു ചെയ്യണമെന്നറിയാതെ താൻ പകച്ചു നിൽക്കുകയാണ്. ഭാഗ്യവശാൽ ഏറ്റവും ഒടുവിൽ താൻ യേശുവിൻ്റെ പാദപീഠത്തിൽ അഭയം പ്രാപിച്ചു. യേശു കർത്താവിനെ താൻ രക്ഷകനായി സ്വീകരിച്ചു. താൻ 100% തികച്ചും വ്യത്യസ്തനായ ഒരാളായി മാറി. തൻ്റെ ജീവിത രീതിക്കൊക്കെ മാറ്റം വന്നു. വരുമാനം വർദ്ധിച്ചില്ലെങ്കിലും താൻ ഒരു കാര്യം പഠിച്ചു: ആവശ്യങ്ങൾ നിയന്ത്രിക്കാൻ പഠിച്ചു. ക്രമേണ അയാളുടെ ജീവിതം സന്തോഷ അനുഭവങ്ങളിലേക്ക് കയറാൻ തുടങ്ങി. ചില ആളുകളെങ്കിലും വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും നിലയിൽ വിദേശ രാജ്യങ്ങളിലെ സഹായമോ മറ്റാരുടെയെങ്കിലുമൊക്കെ സഹായമോ ഉണ്ടാവും. അങ്ങനെയാണ് ഇവരൊക്കെ സമ്പാദിക്കുന്നത്, പണക്കാരാവുന്നത് എന്നൊക്കെ. ഇങ്ങനെയുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. യേശുവിനെ കണ്ടെത്തും മുമ്പ് ധാരാളിത്തമായിരുന്നു അവരുടെ സ്വഭാവ രീതിയെങ്കിൽ യേശുവിനെ കണ്ടെത്തിയതിനു ശേഷം അവരുടെ സ്വഭാവത്തിന് പാടെ മാറ്റമുണ്ടായി. ധാരാളത്വം മാറിയിട്ട് ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിച്ചു. അനാവശ്യ ചെലവുകൾ മുഴുവനും വെട്ടിക്കുറച്ചു. ചില ആളുകളുണ്ട്, യാതൊരു പണിക്കും പോവുകയുമില്ല, സമൃദ്ധിയായി ജീവിക്കുകയും വേണം, എല്ലാത്തിനും യാതൊരു കുറവും ഉണ്ടാവാതെ പോവുകയും വേണം. അറിയാമോ, ഒരു 50 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു? എത്ര ആളുകൾക്ക് ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഇതെല്ലാം ധാരാളം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെയുള്ള ആളുകൾ കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ കടം സമ്പാദിക്കും, അല്ലെങ്കിൽ കടം മേടിച്ചു കൂട്ടും. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ഏതെല്ലാം വഴികൾ പറ്റുമോ അതെല്ലാം ചെയ്യും. ഏറ്റവും ഒടുവിൽ ഗത്യന്തരമില്ലാതെ വരുമ്പോൾ മറ്റു പല വഴികളിലേക്കും തിരിയും. 2 രീതിയിൽ ഒരു മനുഷ്യന് സമൃദ്ധി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. 1, കൂടുതൽ അധ്വാനിച്ച് ധനം സമ്പാദിക്കുക. 2, ആവശ്യങ്ങൾ ചുരുക്കിയിട്ട് ഉള്ള വരുമാനത്തിനകത്ത് ജീവിതം ക്രമീകരിക്കുക. 2ാമത് പറഞ്ഞതാണ് ദൈവവചനത്തിനനുസരണമായിട്ടുള്ള ധന മാനേജ്മെന്റ്. പണം കൂടിയാലുള്ള മറ്റൊരു കുഴപ്പമെന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെ മുഴുവനും ആവശ്യങ്ങളായി കാണരുത്. ആവശ്യങ്ങളെ മുഴുവനും അത്യാവശ്യങ്ങളായി പരിഗണിക്കുകയും അരുത്. ഉള്ളത് മതി എന്ന് ചിന്തിക്കുന്നവർക്ക് സമൃദ്ധി നിലനിർത്താൻ കഴിയും. ആവശ്യങ്ങളൊക്കെ ചുരുക്കി ജീവിക്കാൻ അവർ അഭ്യസിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ അമിത ആഗ്രഹങ്ങളാണ് ക്രിസ്തീയ ജീവിത വിജയത്തിൻ്റെ തടസ്സം. അത് ഒന്ന് മാത്രമല്ലേ, വേറെ പലതുമുണ്ട്. ക്രിസ്തീയ ജീവിതം വിജയിക്കണമെങ്കിൽ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം. അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുന്ന ആളുകൾക്ക് ജീവിത സംതൃപ്തി നിലനിർത്താൻ കഴിയും. ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ സാധിക്കാതെ വരുമ്പോഴാണ് നിരാശരായിത്തീരുന്നത്. വായിച്ച വാക്യത്തിൻ്റെ മുകളിലത്തെ വാക്യം ഇങ്ങനെയാണ്: അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായം ആകുന്നതാനും. എൻ്റെ മറ്റൊരു പരിഭാഷ ഇങ്ങനെയാണ്:
ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ നേട്ടമാണ്. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോവുകയില്ല എന്ന് വെച്ച് കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിച്ച് ജീവിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമുള്ളത്? വേണ്ടി പിന്നെയും പിന്നെയും കടം വാങ്ങുകയും ലോൺ എടുക്കുകയും ചെയ്താൽ ജീവിതം ഒടുവിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ഓർക്കണം. യഥാർത്ഥ ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവം കൂടെ ഉണ്ടാവും എന്നത് ഉറപ്പായ കാര്യമാണ്. നിങ്ങൾ ഏലിയാവാണെങ്കിൽ കാക്ക ഇന്നുമുണ്ട്. അന്നത്തെ ഏലിയാവിനെ പോറ്റിയ കാക്ക ഇന്നും നിങ്ങളെ തേടിയെത്തും. ദൈവം മരിച്ചിട്ടില്ല, ഇന്നും ജീവിക്കുന്നു, എന്നും എന്നേക്കും ജീവിക്കുന്നു. ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ വഴി പിന്തുടർന്ന് ലളിതമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.